പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവികാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിൽ അത്രമാത്രം വിശ്വാസത്തോടെ വലിയ ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, പ്രാർത്ഥിക്കാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട് ഇപ്പോൾ, അല്ലേ? വലിയൊരു മഹാമാരിയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഇതേക്കുറിച്ചുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ, പത്രത്തിലും ടി വിയിലുമെല്ലാം. അത്രമാത്രം ലോകം വലിയ ഭയത്തിൻ്റെ അടിമത്തത്തിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. എത്രമാത്രം പ്രാർത്ഥിക്കാൻ പറ്റുമോ, എത്രമാത്രം കർത്താവിനെ വിളിക്കാൻ പറ്റുമോ, അത്രമാത്രം ആഴമായ സ്നേഹത്തോടെ വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സത്യം നമ്മൾ ഈ രാത്രിയിൽ വീണ്ടും തിരിച്ചറിയണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ കർത്താവിനോടാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ഉസ്സിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നതായി കണ്ടു. ഉസ്സിയാ രാജാവ് മരിച്ച വർഷം ദൈവമായ കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നതായി ഞാൻ കണ്ടു. ഉസ്സിയാ രാജാവ് മരിച്ചു. ആ രാജ്യത്തെ സംരക്ഷിച്ച, ആ രാജ്യത്തെ പരിപാലിച്ചുകൊണ്ടിരുന്ന, ആ ജനത്തിന് സർവ്വതുമായിരുന്ന അവരുടെ പ്രിയപ്പെട്ട രാജാവ് മരിച്ചു. വലിയ ദുഃഖത്തിലായി ജനം. ചുറ്റുമുള്ളതെല്ലാം ശത്രു രാജ്യങ്ങളാണ്. ഏത് രാജ്യവും എപ്പോൾ വേണമെങ്കിലും കീഴടക്കാം. ഇവരുടെയൊക്കെ ജീവൻ പണയത്തിലാണ്. വലിയ ഭയപ്പാടോടെ, വലിയ ദുഃഖപീഠയിലൂടെ കടന്നു പോകുന്ന ഒരു ജനം. പക്ഷേ പ്രവാചകൻ കാണുകയാണ്, ഉന്നതമായ സിംഹാസനത്തിൽ ദൈവമായ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മരിച്ചത് രാജാവാണ്, പക്ഷേ രാജാക്കന്മാരുടെ രാജാവ് മരിച്ചിട്ടില്ല, അവൻ ജീവിക്കുന്നു. പ്രിയമുള്ളവർ, തിരിച്ചറിയുക, എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും, എത്ര വലിയ മഹാമാരിയിലൂടെ കടന്നു പോയാലും, നമുക്കുള്ള സംരക്ഷണങ്ങൾ പലയിടത്തും പിൻവലിക്കപ്പെട്ടാലും, നമ്മെ സംരക്ഷിക്കാനോ പരിപാലിക്കാനോ ആരുമില്ലാത്ത സാഹചര്യത്തിലും, പ്രിയമുള്ളവരെ, ദൈവം ജീവിക്കുന്നു. അവൻ മരിച്ചതല്ല, അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഉദ്ധിതനായ കർത്താവിൻ്റെ കല്ലറയിലേക്ക് ചെന്ന് നോക്കിയ സ്ത്രീകളോട് യേശു ചോദിച്ചു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ എന്തിന് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? യേശു ക്രിസ്തു അവൻ മരിച്ചുപോയൊരു ദൈവമല്ല, അവൻ ഇന്ന് ജീവിക്കുന്ന കർത്താവാണ്. അവനെ അന്വേഷിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലാണ്, നമ്മുടെ ഇടയിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യത്ത് അവൻ ഇന്നും ജീവിക്കുന്നു, നമ്മെ സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ. മരിച്ചത് രാജാവാണ്, പക്ഷേ രാജാക്കന്മാരുടെ രാജാവ് ഇന്നും നിലനിൽക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ യേശു ഇന്നും ജീവിച്ചിരിക്കുന്ന, ജീവൻ നൽകുന്ന കർത്താവാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ അടയ്ക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ദേവാലയങ്ങൾ അടച്ചു. ഈ സമീപ നാടുകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ദേവാലയങ്ങൾ വീണ്ടും റീ ഓപ്പൺ നടത്തി. പക്ഷേ ദേവാലയങ്ങളിലേക്കുള്ള ആൾക്കാരുടെ വരവ് ഒത്തിരി കുറഞ്ഞു. കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇട ദിവസങ്ങളിൽ 300-400 പേര് പങ്കെടുക്കുന്ന കുർബാനയിൽ കണ്ടത് 10, 25, 30 പേര് മാത്രമാണ്. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മോനോട് വളരെ വേദനയോടെ പറഞ്ഞു, ആൾക്കാർക്ക് ഭയമായതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നില്ല. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞൊരു വാക്കിതാണ്. അവൻ പറയുകയാണ്, പപ്പ, കുർബാന എന്ന് പറഞ്ഞാൽ, ഈശോ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഔഷധമല്ലേ? ജീവൻ്റെ ഔഷധമായ കുർബാനയിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ ആർക്കെങ്കിലുമൊക്കെ രോഗം വരുമെന്ന് വിശ്വസിച്ചാൽ അവർക്ക് കുർബാനയോട് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് ജീവൻ്റെ ഔഷധമല്ലേ? അതിലൂടെ രോഗം പടരുമെന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ, അത് പരിശുദ്ധ കുർബാനയോട് വേണ്ടത്ര വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമെന്ന് എൻ്റെ മോനിൽ പറയുകയാണ്. പ്രിയമുള്ളവർ, തിരിച്ചറിയുക, ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ അത് ജീവന്റെ ഔഷധമാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, കടന്നു പോകുന്ന ഈ വിനാശത്തിന്റെ നാളുകളിലും നമ്മുടെ ദൈവം യേശു ക്രിസ്തു ഇന്നും മരിച്ചിട്ടില്ല. അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മെ കാത്തിരിക്കുന്ന, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം തിരുവചനം 17 പറയുകയാണ്, അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, ഒരു മരത്തിൽ കായ്കളില്ലാതായാലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും,
വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലിത്തൊഴുത്തിൽ കന്നുകാലികൾ ഇല്ലാതായാലും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. കലബാന്റെ പാദങ്ങൾക്ക് എന്നതുപോലെ എൻ്റെ പാദങ്ങൾക്ക് അവൻ വേഗത നൽകും. പ്രവാചകൻ പറയുകയാണ്, അത്തിമരം പൂത്താലും പൂത്തില്ലെങ്കിലും, മുന്തിരിച്ചെടികൾ കായ്ച്ചാലും കായ്ച്ചില്ലെങ്കിലും, ഒലിവ് മരത്തിൽ ഫലങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തിൽ മഹത്വപ്പെടുത്തും. ധാന്യങ്ങൾ വയലിൽ ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടിൽ ആടുകൾ അറ്റുപോയാലും, കന്നുകാലിത്തൊഴുത്തിൽ കന്നുകാലികൾ ഇല്ലാതായാലും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്കും ദൈവത്തോട് പറയാൻ പറ്റണം, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയാലും, എത്രമാത്രം കഷ്ടനഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചാലും, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. എല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാം കൈമോശം വന്നാലും ദൈവം അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഉന്നതമായ സിംഹാസനത്തിൽ അവൻ ഇന്നും ഉപവിഷ്ടനാണ്, നമ്മെ കാണാൻ, നമ്മെ പരിപാലിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കണ്ണുകൾ അവൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തണം. 121 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ നാം നോക്കേണ്ടത്, നാം കണ്ണുയർത്തേണ്ടത് തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ മറ്റു വ്യക്തികളിലേക്കല്ല, മറ്റു സ്ഥാപനങ്ങളിലേക്കല്ല, മറ്റു സാഹചര്യങ്ങളിലേക്കല്ല, മറ്റു നേതാക്കന്മാരിലേക്കല്ല, മറ്റു വ്യക്തികളിലേക്കല്ല. ഈ നാളുകളിൽ ഞാനും നിങ്ങളുമൊക്കെ നോക്കേണ്ടത് കണ്ണുകൾ ഉയർത്തണം, ദൈവത്തിലേക്ക് നോക്കണം. കണ്ണുകൾ ഉയർത്തി ജീവിക്കുന്ന കർത്താവിലേക്ക് നോക്കണം. പ്രിയമുള്ളവരെ, കണ്ണുകൾ ഉയർത്തി ജീവിക്കുന്ന ദൈവത്തെ കാണാൻ ദൈവം അനുവദിച്ച ഒരു ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ, അനുവദിച്ച കാലങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് ഈ നാളുകളിൽ കണ്ണുകൾ ഉയർത്തി ജീവിക്കുന്ന ദൈവത്തിലേക്ക് നോക്കണം. അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ്. അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം. അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്ത്യവുമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ 15 തിരുവചനം, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ജീവിക്കുന്ന കർത്താവിൻ്റെ വാക്കുകൾ പ്രിയമുള്ളവരെ എന്നോടും നിങ്ങളോടും ഈ രാത്രി പറയുകയാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഒരിക്കലും വാക്ക് മാറ്റാത്ത ദൈവം പറയുകയാണ്, ആരെല്ലാം മറന്നാലും, ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും നിന്നെ, നീ എന്ന വ്യക്തിയെ, നിന്നെ എൻ്റെ ഛായയിൽ സൃഷ്ടിച്ച നിന്നെ ഞാൻ കൈവിടില്ല, നിന്നെ ഞാൻ മറക്കില്ല. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ജീവിക്കുന്ന കർത്താവ് നിന്നോട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് അമൂല്യനാണ്, നീ എൻ്റെ സ്വന്തമാണ്. അതിനാൽ അവിടുത്തെ കരങ്ങളിൽ മാത്രം നിനക്ക് സൗഖ്യമുണ്ട്, അവിടുത്തെ കരങ്ങളിൽ നിനക്ക് ജീവനുണ്ട്, അവിടുത്തെ കരങ്ങളിൽ സന്തോഷമുണ്ട്, സൗഭാഗ്യമുണ്ട്, അവിടുത്തെ കരങ്ങളിൽ പ്രത്യാശയുണ്ട്, ആനന്ദമുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, കണ്ണുകൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തണം. നീ നിന്നിലേക്ക് നോക്കുമ്പോൾ, നിന്റെ ഭവനത്തിലേക്ക് നോക്കുമ്പോൾ, നിന്റെ പോക്കറ്റിലേക്ക് നോക്കുമ്പോൾ, ഒരുപക്ഷെ നിന്റെ പോക്കറ്റ് ഇപ്പോൾ എം ടി ആയിരിക്കാം, ശൂന്യമായിരിക്കാം. നീ നോക്കേണ്ടത് സമ്പന്നമായ കർത്താവിൻ്റെ പോക്കറ്റിലേക്ക് നോക്കണം, സമ്പന്നനായ കർത്താവിലേക്ക് നോക്കണം, സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കണം, രാജാക്കന്മാരുടെ രാജാവിലേക്ക് നോക്കണം. അവൻ സമ്പന്നന, അവൻ ആദിയും അന്ത്യവുമാണ്, ഇന്നലെയും ഇന്നും നാളെയും അവനൊരുവൻ തന്നെയാണ്. അതുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ സുഖപ്പെടുത്താൻ, നിന്നെ സ്വന്തമാക്കാൻ നിന്റെ കർത്താവിന് പറ്റുമെന്ന് ഈ രാത്രി നീ വിശ്വസിക്കുക. ആരാധനയ്ക്കേണ്ടി ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, വലിയൊരു പ്രാർത്ഥനയാക്കി നീ ഇതിനെ മാറ്റണം. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ഒന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവിന് മുമ്പിലിരുന്ന് ഈ നാളുകളിൽ നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഈ മഹാമാരിയിലൂടെ നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ? ഒരുപക്ഷെ നിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം,
അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിലൂടെ നീ കടന്നു പോവുകയായിരിക്കാം. ഒരുപക്ഷെ നീ രോഗം ബാധിച്ച് ഹോസ്പിറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ ക്വാറന്റൈനിലായിരിക്കാം നീ. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നിൻ്റെ ബിസിനസ് സ്ഥാപനം തകർന്നു പോയിട്ടുണ്ടായിരിക്കാം. മുമ്പോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തതയില്ലാത്ത അവസ്ഥയായിരിക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്നവരായിരിക്കാം. മക്കളുടെ പഠനങ്ങൾ പഠനമെല്ലാം മുടങ്ങിപ്പോയി. വിദേശ യാത്രകളെല്ലാം മുടങ്ങി. ആദായ വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞു. കാർഷിക മേഖലയിൽ വലിയ തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കടകൾ അടച്ചുകൊണ്ടിരിക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ എല്ലാ നഷ്ടങ്ങളെയും ഒന്ന് ഓർക്കാം. എന്തെല്ലാം നഷ്ടങ്ങൾ നിനക്ക് ഈ നാളുകളിൽ സംഭവിച്ചോ, ഇതെല്ലാം പ്രിയമുള്ളവരെ ഈ രാത്രി ഒന്ന് കണ്ടെത്തുന്നത് അത് ദൈവത്തോട് പറയാനാണ്, അത് ദൈവത്തിന് കൊടുക്കാനാണ്. ഈ നഷ്ടം നിന്റെ ദൈവം കാണാതെ സംഭവിച്ച നഷ്ടമല്ല. ഈ തകർച്ച നിന്റെ ദൈവം കണ്ടിട്ടുണ്ട്. കാരണം അവൻ ഉറങ്ങുന്ന ദൈവമല്ല, അവൻ മയങ്ങുന്ന ദൈവമല്ല, അവൻ മരിച്ചുപോയ ദൈവമല്ല. നീ എവിടെയെല്ലാം ആശ്രയം വെച്ചോ അതെല്ലാം ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. എവിടെയെല്ലാം നീ പ്രത്യാശ വെച്ചോ അതെല്ലാം നിന്നെ കൈവിട്ടു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ ദൈവം ഉന്നതമായ സിംഹാസനത്തിൽ അവൻ ഇപ്പോഴുമുണ്ട്. അവൻ വാക്കുകൾ മാറ്റിയിട്ടില്ല, അവൻ്റെ സ്നേഹം കുറച്ചിട്ടില്ല, രക്ഷിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നീ ഒന്ന് ഉയർത്ത്. നിന്റെ ജീവിതത്തെ പരിപൂർണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇപ്പോൾ നീ നോക്കേണ്ടത് നിന്റെ യേശുവിനെയാണ്. പ്രത്യാശ വയ്ക്കേണ്ടത് യേശുവിൽ മാത്രമാണ്. അനുഗ്രഹം പ്രതീക്ഷിക്കേണ്ടത് അവിടുത്തെ കരങ്ങളിൽ നിന്ന്. വ്യക്തികളിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കരുത്. മറ്റു വ്യക്തികളെ നോക്കരുത്. നിന്നെ അനുഗ്രഹിക്കേണ്ടത് നിന്റെ ദൈവമാണ്. നിന്നെ സുഖപ്പെടുത്തേണ്ടത് നിന്റെ കർത്താവാണ്. നിന്നെ പരിപാലിക്കേണ്ടത്, നിന്റെ കുടുംബത്തെ നയിക്കേണ്ടത് നിന്റെ ദൈവമാണ്. ആ കരങ്ങളിലേക്ക് നിന്റെ എല്ലാ നഷ്ടങ്ങളെയും, എല്ലാ കഷ്ടങ്ങളെയും, എല്ലാ പരാജയങ്ങളെയും സമർപ്പിക്കുക. രണ്ട് കരങ്ങളും എന്നിട്ട് അവൻ്റെ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പനെ കാണുമ്പോൾ കരങ്ങൾ ഉയർത്തി നിലവിളിച്ചു കരയും. അവര് ഓടിച്ചെല്ലും, പപ്പ എന്നെ എടുക്കണം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അപ്പൻ്റെ അടുത്തേക്ക്, നിന്റെ അപ്പൻ്റെ അടുത്തേക്ക്, നിന്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക്, നിന്റെ സ്നേഹത്തിൻ്റെ അടുത്തേക്ക്, നിന്റെ സൗഖ്യത്തിൻ്റെ അടുത്തേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി കണ്ണുനീരോടെ നിന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥിക്കുന്നു കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, എൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ വേദനയിലേക്ക്, എൻ്റെ തകർച്ചയിലേക്ക്, എൻ്റെ കണ്ണുനീരിലേക്ക്, എൻ്റെ പരാജയങ്ങളിലേക്ക്, എൻ്റെ നഷ്ടങ്ങളിലേക്ക്, എൻ്റെ കഷ്ടങ്ങളിലേക്ക് യേശുവേ അങ്ങേ വിളിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് സൗഖ്യം, അങ്ങാണ് സമാധാനം, അങ്ങാണ് സന്തോഷം, അവിടുന്നാണ് വിടുതൽ. അങ്ങേ കൂടാതെ എനിക്കൊരു ആശ്വാസമില്ല, അങ്ങേ കൂടാതെ എനിക്കൊരു ആനന്ദമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. വീണ്ടും പാടാം. കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ
ഷാലോമിനെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് അനുഗ്രഹമായി കർത്താവ് ഷാലോം ടി വിയെ ഉയർത്തി. ഷാലോം ടി വിയിലൂടെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, ധ്യാനത്തിൽ പങ്കെടുക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. യേശുവിൻ്റെ സൗഖ്യവും സമാധാനവും പ്രത്യാശയുമെല്ലാം നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നു. ഈ ഷാലോം ടി വിയെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഷാലോമിൻ്റെ നേതൃത്വത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഷാലോം ടി വിയെ സഹായിക്കുന്ന ഷാലോം പീസ് ഫെലോഷിപ്പിലെ അംഗങ്ങൾ, SPF അംഗങ്ങൾ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷാലോമിൻ്റെ എല്ലാ വായനക്കാരെയും ഷാലോം ടി വിയുടെ എല്ലാ വ്യൂവേഴ്സിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ അതിരുകളോളം സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവ് ആരംഭിച്ച കർത്താവിൻ്റെ സ്വന്തം മിനിസ്ട്രിയാണ് ഷാലോം. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ തിരുസഭയെ ബലപ്പെടുത്താൻ ഈശോ ആരംഭിച്ച അവിടുത്തെ സ്വപ്നം ഷാലോം. നമുക്ക് ഷാലോമിൻ്റെ നേരെ, ഷാലോം ടി വിയുടെ നേരെ ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഷാലോമിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും എല്ലാ അന്ധകാരത്തിൻ്റെ ആക്രമണങ്ങളും നിഷ്കാസനം ചെയ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമ്പത്തിനാൽ, സമ്പന്നതയാൽ ഷാലോം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഷാലോമിൻ്റെ സാമ്പത്തിക മേലെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സമ്പത്തിൻ്റെ കവാടം ഷാലോമിനായി കർത്താവ് തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മേഖലയിലും കർത്താവിന് ശക്തി, കർത്താവിന് സ്നേഹം, കർത്താവിന് സംരക്ഷണം ഷാലോമിന് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും ഷാലോം ടി വിയിലൂടെ അനേകർ യേശുവിനെ അറിയട്ടെ. ഇനിയും ഷാലോം പ്രസിദ്ധീകരണങ്ങളിലൂടെ അനേകർ യേശുവിനെ അറിയട്ടെ. ഇനിയും ഷാലോം മിനിസ്ട്രി ലോകത്തിന് വലിയ അനുഗ്രഹമായി മാറട്ടെ, ജനകോടികൾക്ക് അനുഗ്രഹമായി മാറട്ടെ. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഷാലോം മിനിസ്ട്രിയെ അനുഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഷാലോം ടി വി അനുഗ്രഹിക്കുന്നു, ഷാലോം മിനിസ്ട്രി അനുഗ്രഹിക്കുന്നു. യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ. യേശു നാമത്തിൽ ഷാലോമിനെ സഹായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടെ. എല്ലാ വിവേഷനും അനുഗ്രഹിക്കപ്പെട്ടെ. എല്ലാ വായനക്കാരും അനുഗ്രഹിക്കപ്പെട്ടെ. എല്ലാ ഏജന്റുമാരും അനുഗ്രഹിക്കപ്പെട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഷാലോമിന്റെ ലീഡേഴ്സ് അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ സഹ ശുശ്രൂഷകരും യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിനരുവിയായി, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി, ഷാലോമിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി ഷാലോമിൽ കത്തി പടരണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി ഷാലോമിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി ഷാലോമിൽ കത്തി പടരണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ അവിടുന്ന് എന്നെ സുഖപ്പെടുത്തണമേ. ദിവ്യകാരുണ്യനാഥനിലൂടെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യ ഈശോ എന്നെ സ്വന്തമാക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി എൻ്റെ കുടുംബത്തിന് മേൽ നിറയട്ടെ. എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ദിവ്യകാരുണ്യനാഥൻ, ജീവൻ്റെ ഔഷധമായ കർത്താവ് കടന്നു വന്ന് എന്നെ സുഖപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് സർവശക്തനായ ദൈവം നമ്മുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന സമയം, നമ്മെ കാണാൻ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ, നമ്മെ സൗഖ്യപ്പെടുത്താൻ രക്ഷകൻ കടന്നു വരുന്ന ഈ നിമിഷങ്ങളിൽ വലിയ ആദരവോടെ ദൈവസന്നദ്ധിയിൽ നമ്മുടെ ദുഃഖപീഠകളെ, നമ്മുടെ വേദനകളെ, തകർച്ചകളെല്ലാം സമർപ്പിക്കാം. നമ്മുടെ ഭവനത്തിലേക്ക് രാജാക്കന്മാരുടെ രാജാവ് എഴുന്നള്ളി വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കാൻ, നമ്മുടെ ഭവനത്തെ അനുഗ്രഹിക്കാൻ വലിയ ആദരവോടെ ദൈവസന്നദ്ധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വിശ്വസിക്കണം, ഈ രാത്രിയിൽ ദൈവമഹത്വം എൻ്റെ കുടുംബത്തിലുണ്ടാകും,
ഈ രാത്രിയിൽ ദൈവമഹത്വം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. എൻ്റെ കർത്താവ് ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ കണ്ണുനീർ തുടച്ച് എന്നെ ആശ്വസിപ്പിക്കും. വേദനയോടെ കടന്നു പോകുന്ന നാളുകൾ, അവ്യക്തതയുടെ നാളുകൾ, ദുഃഖപീഡയിലൂടെ കടന്നു പോകുന്ന നാളുകൾ, എവിടെ നോക്കിയാലും അന്ധകാരം നിറഞ്ഞ ഈ നാളുകൾ, ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു ഇതാ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ പ്രകാശിപ്പിക്കാൻ പോകുന്നു. രണ്ട് കരങ്ങളും ഒരു നിമിഷം നമുക്ക് സ്വർഗത്തിലേക്ക് ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നമ്മെ അനുഗ്രഹിക്കാൻ വരുന്ന കർത്താവിനെ എല്ലാം മറന്ന് നമുക്കൊന്ന് സ്തുതിച്ചാരാധിച്ച് കുടുംബത്തിലേക്ക് സ്വീകരിക്കാം. കർത്താവിനെ സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം, യേശുവിനെ സ്തുതിക്കാം. ഇതാ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നു. നിന്റെ ഭവനത്തിന് രക്ഷ നൽകാൻ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈശോ ഈ രാത്രിയിൽ പറയും, രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 എൻ്റെ യേശുവേ എൻ്റെ യേശുവേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ യേശുവേ എൻ്റെ നാഥ, ഞാനങ്ങേ വിളിക്കുന്നു, ഞാനങ്ങേ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ശിരസ് നമിച്ച് ഏഴുവിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനായ യേശു മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. കരങ്ങൾ ഉയർത്തി വീശി ആരാധിക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ.
യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാഥന് ഹല്ലേലൂയ. യേശുനാഥന് ആരാധന. രക്ഷകനേശുവിന് ആരാധന. രക്ഷകനേശുവിന് ആരാധന. യേശുനാഥന് ആരാധന. യേശുനാഥന് ആരാധന. യേശുനാഥന് ആരാധന. രക്ഷാദായകന് ആരാധന. രക്ഷാദായകന് ആരാധന. വിടുതൽ ദായകന് ആരാധന. വിടുതൽ ദായകന് ആരാധന. സൗഖ്യദായകന് ആരാധന. സൗഖ്യദായകന് ആരാധന. യേശുനാഥ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. യേശുനാഥ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. യേശുനാഥ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. യേശുനാഥ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. എല്ലാവരും യേശുനാഥ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ.
മഹത്വപ്പെടുത്തട്ടെ. അത്യുന്നത ദൈവത്തിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളെ കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ മക്കളുടെ മേൽ കൃപ ചൊരിയണമേ. ഇപ്പോൾ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളിലേക്ക് ശക്തി ഇറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ശക്തി ഇറങ്ങട്ടെ. അത്ഭുതകരമായ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ. അവിടുത്തെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ കർത്താവേ ഈ മക്കളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാമത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, അഭിഷേകമായിട്ട് ഇറങ്ങട്ടെ കർത്താവേ. സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിക്കുന്ന അവിടുത്തെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ, ദുരിതങ്ങൾ വിട്ടുപോകട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അത്യുന്നതമായ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേക ശക്തി ഇറങ്ങട്ടെ, അഭിഷേക ശക്തി ഇറങ്ങട്ടെ. യേശുനാമത്തിൽ ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുനാഥ വരണമേ. യേശുവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങനെ കാണുന്നുണ്ട്. അവിടുത്തെ നാമത്തിൻ്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന മക്കൾ ഓരോരുത്തരും പലവിധ ബന്ധനങ്ങളിൽ കഴിയുന്ന മക്കളെ മോചിക്കുവാൻ അങ്ങനെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഈശോയെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, നീ ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ കർത്താവേ. ഈശോയെ, ആ കൃപയോടെ ഞങ്ങളെ ഓരോരുത്തരുടെ മേൽ കരുതണമേ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ലാസറിന്റെ മരണവാർത്ത അറിഞ്ഞ് ആ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നവരെ ആശ്വസിപ്പിച്ചതുപോലെ ഹല്ലേലൂയ, ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാനായി അങ്ങ് കടന്നു ചെന്നതുപോലെ ഹല്ലേലൂയ, തളവാത രോഗി ബത്സൈദ കുളക്കരയിൽ കിടന്നിരുന്ന മകനെ സുഖപ്പെടുത്തുവാനായി അങ്ങ് കടന്നു ചെന്നതുപോലെ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണം. ഹല്ലേലൂയ. ജെറുസലേം ദേവാലയത്തെ പ്രവേശിച്ച് അതിനെ വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ അശുദ്ധമാക്കുന്ന ശക്തികളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ശക്തികളെ ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സാത്താന്റെ കെട്ടുകൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബങ്ങളെ തകർക്കുന്ന ശക്തികളെ ശാസിച്ച് ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാമത്തിന്റെ ശക്തിയാൽ കർത്താവേ, ഇവരെ എല്ലാവരെയും മോചിച്ച് വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ലാസറെ പുറത്തു വരിക എന്ന അവിടുത്തെ ആജ്ഞാപനത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് ആവസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബന്ധിതരായിരിക്കുന്ന മക്കളെ മോചിക്കുവാൻ നാമത്തിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, കനിയണമേ കർത്താവേ, യേശുവേ, യേശുവേ, കനിയണമേ കർത്താവേ, ദാവീദിന്റെ പുത്രാ, ഞങ്ങളെ കനിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തളർന്ന ഹൃദയങ്ങളെ ഉണർത്തുന്നവനാണ് കർത്താവ്. മനസ്സ് തളർന്ന വ്യക്തികളെ ഈശോ പ്രത്യേകമായിട്ട് കാണിക്കുന്നു. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ തകർന്ന് ഭാവിയെ കുറിച്ച് അസ്വസ്ഥരായി ആകുലപ്പെട്ട് കഴിയുന്ന മക്കളെ സമർപ്പിക്കാൻ ഈശോ പറയുന്നു. കർത്താവ് പറയുന്നു, നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ പറയുന്നു. എന്നിൽ ആശ്രയിക്കാൻ ഈശോ പറയുന്നു. കർത്താവിന്റെ വചനം ഇതാ സന്ദേശമായിട്ട് ലഭിക്കുന്നു.
നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, യേശുവേ. എന്നിലും വിശ്വസിക്കുവിൻ എന്ന് ഈശോ പറയുന്നു. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ അസ്വസ്ഥരാകരുതെന്ന് ഈശോ പറയുന്നു. ആമേൻ കർത്താവേ. യേശുവിൽ ആശ്രയിക്കാൻ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കാൻ യേശുവേ. ഈശോ പറയുന്നു. ഹല്ലേലൂയ. ഹൃദയം തകർന്നവരോട്, യേശുവേ. പ്രതീക്ഷ കാണാതെ വഴിമുട്ടി നിൽക്കുന്നവരോട്, ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രതീക്ഷയായിരുന്ന ജോലി തകർന്നവർ, നഷ്ടപ്പെട്ടവരോട് ഈശോ പറയുന്നു, തളരരുത്, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കാൻ കർത്താവ് പറയുന്നു. യേശുവേ. കർത്താവേ, നീ മക്കളെ കാണണമേ. ഈശോയേ. ബിസിനസ് തകർന്ന് അസ്വസ്ഥപ്പെടുന്ന മക്കളെയും ഈശോ ഇതാ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്രതീക്ഷിതമായുണ്ടായ ഈ രോഗബാധയുടെ ശക്തി മൂലം, തകർന്ന ബിസിനസ്സുകൾ മൂലം തളർന്നുപോയ മക്കളെ ഇതാ ഈശോ കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വരുന്നു കർത്താവ്. ഈശോയെ, ആ കുടുംബങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് കടന്നു ചെന്നതുപോലെ ഈശോയെ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, കടന്നു ചെല്ലണമേ, ഈ നിമിഷം കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജീസസ്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നുവെന്ന് മറിയത്തിന്റെ വചനം കേട്ടല്ലോ, മർത്തായുടെ സ്വരം കേട്ടല്ലോ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് നീ കടന്നു വരണം. യേശുവേ. ഈശോയെ, കടന്നു വരണം. ഹല്ലേലൂയ. സ്നേഹമാ ശാന്തിയാ ആന്തരിക ഈശോയെ, കടന്നു വരണമേ. ജീവനാ മോദമാ സ്നേഹജ്വാലയാ സ്നേഹമാ ശാന്തിയാ ജീസസ്. ഈശോയെ, കടന്നു വരണം. നീ
ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. മഹത്വത്തോടുകൂടി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യഹൂദരെ ഭയന്ന് കഥകൾ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ അങ്ങ് കടന്നു വന്നുകൊണ്ട് പറഞ്ഞുവല്ലോ, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. അസ്വസ്ഥരായി കഴിഞ്ഞിരുന്ന സ്നേഹന്മാരുടെ മധ്യയിലേക്ക് ഉദ്ധിതനും മഹത്വപൂർണനുമായി അങ്ങ് കടന്നു ചെന്നതുപോലെ ഈശോയെ, വിശുദ്ധ കുർബാനയിൽ കുടികൊള്ളുന്ന അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിന്റെ ശക്തിയോടുകൂടി അങ്ങനെ ഇപ്പോൾ ഈ മക്കളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ, ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളിലേക്കും അങ്ങനെ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കൊറോണ വൈറസിന്റെ ബാധ മൂലം വേദനിക്കുന്ന മക്കളിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗം ബാധിച്ച് വിദൂരങ്ങളിലായിരിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യമായിട്ട് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും വലതുകരം ഉയർത്തി രോഗബാധിതരായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തിയിൽ അധികാരത്തിൽ ഈ രോഗബാധയെ നിങ്ങൾ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിൽ അയക്കുകയും ചെയ്യുന്നു. ഈ മക്കളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് കുരിശിന്റെ തിരുരക്തത്താൽ ഈ മക്കളെ ഓരോരുത്തരെയും, രോഗബാധിതരായ എല്ലാ മക്കളെയും മോചിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവേ, 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 യേശുവേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴുകിടേണമേ തിരുനാഥാ അവരെ പൂർണ്ണമാ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥാ അവരെ പൂർണ്ണമാ. എല്ലാവരും ഒരിക്കൽ കൂടി രക്തത്താലെ കഴുകിടേണമേ തിരുനാഥ അവരെ പൂർണ്ണമാ. തിരുരക്തത്താലെ കഴുകിടേണമേ തിരുനാഥ അവരെ പൂർണ്ണമാ. തീരാവ്യാധികൾ പിടിപെട്ട് ഭവനങ്ങളിലായിരിക്കുന്ന മക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. രോഗബാധിതരായി മനസ്സ് തളർന്നു പോയ മക്കൾ, 38 വർഷമായിട്ട് തളവാദം ബാധിച്ച് ബെത്സയിദ കുളക്കരയിൽ കഴിഞ്ഞിരുന്ന മകന്റെ പക്കലേക്ക് ഈശോ കടന്നു ചെന്നതുപോലെ രോഗബാധിതരായി കിടക്കുന്നതായ എല്ലാ മക്കളിലേക്കും കർത്താവ് കടന്നു വരുന്ന സമയമാണിത്. കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ, അവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ആ തളവാദ രോഗിയെ കൊണ്ട് അങ്ങയുടെ പക്കലേക്ക് വന്ന മക്കളുടെ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തീരാവ്യാധി പിടിപെട്ട് വർഷങ്ങളായി രോഗികളായി കഴിയുന്ന നൈരാശ്യത്തിലേക്ക് കടന്നു പോയിട്ടുള്ള മക്കളെ രക്ഷിക്കുവാൻ അങ്ങയുടെ ശക്തിയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഒരുമയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ ശക്തിയാൽ അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുനാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. തീരാവ്യാധികൾ സുഖപ്പെടട്ടെ. അത്ഭുതകരമായ നാമത്തിന്റെ ശക്തിയാൽ രോഗപീഠകൾ അവരെ വിട്ടുപോകട്ടെ. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയ കനിയണമേ ദൈവപിതാവേ, കനിയണമേ കരുണയായിരിക്കണമേ. ദാസരെ
ഈശോയെ ദാസരിൽ കരുണയായിരിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങേക്ക് പ്രതിഷ്ഠിതമായ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, സന്തോഷത്തോടെ ആരംഭിച്ച കുടുംബ ജീവിതങ്ങൾ കാലത്തിന്റെ ഗതിയിൽ അസ്വസ്ഥതകൾ കടന്നു വന്ന് ആ കുടുംബങ്ങളുടെ പരിശുദ്ധിയും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കും. കർത്താവായ ഈശോയെ, അങ്ങയുടെ വിശുദ്ധമായ അനുഗ്രഹത്തോടുകൂടി ആരംഭിച്ച ദാമ്പത്യ ജീവിതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി ആരംഭിച്ച ജീവിതങ്ങൾ പ്രതീക്ഷ മങ്ങിയ അനുഭവങ്ങളിലേക്ക് തകർന്നു വീണിട്ടുണ്ടെങ്കിൽ, സ്നേഹബന്ധങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങൾക്ക് വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണകളും സംശയങ്ങളും കടന്ന് ആ പരിശുദ്ധമായ ആലയത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുവഴി ആ പലരും അസ്വസ്ഥരും ദുഃഖിതരുമായി തീരുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഭിന്നതയുടെ ആത്മാവിനെ ആട്ടിപ്പായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സംശയത്തിന്റെ ആത്മാക്കളെ, ദുരാത്മാക്കളെ ശാസിച്ചു ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിന്മയുടെ ആത്മാക്കളെ ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപശക്തികളെ ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയെ, ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന്, കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അശുദ്ധിയുടെ ആത്മാക്കളെ ആട്ടിപ്പായിക്കണമേ. ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് തിന്മയുടെ ശക്തികളെ ആട്ടിപ്പായിച്ചതുപോലെ എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ. എല്ലാ അസ്വസ്ഥതകളും നീക്കി വിശുദ്ധീകരിക്കണമേ. ഒരു നിമിഷം ആ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് വലത് കരമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ നാമത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിന്റെ പരിശുദ്ധ കുടുംബങ്ങളായിട്ട് തീരട്ടെ, തിരുക്കുടുംബങ്ങളായി തീരട്ടെ. യേശുനാമം കഴുകണമേ ഈശോ, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. കർത്താവായ ഈശോയെ, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, വിശ്വാസത്തിന്റെ മേഖലയെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയിൽ വിശ്വാസികളായ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധ മൂലം വിശ്വാസ ജീവിതത്തിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങൾ വഴി അസ്വസ്ഥരായി തീർന്നിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പാരമ്പര്യമായി അനുഷ്ഠിച്ചു പോകുന്ന കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കാതെ അസ്വസ്ഥത കൊണ്ട് നിൽക്കുന്ന വിശ്വാസ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. വിശ്വാസചര്യകളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെയും തിരുക്കർമ്മങ്ങളുടെ അർത്ഥം പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന, അതിന്റെ അർത്ഥത്തെ അന്വേഷിച്ചു പോകുന്ന മക്കളുടെ ചിന്തകളെ സമർപ്പിക്കുന്ന കർത്താവേ, ഇതിന്റെയൊക്കെ അർത്ഥം നഷ്ടപ്പെട്ടതുപോലെ തോന്നിപ്പോയി വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുള്ള മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ഇന്ന് മാർത്തോമാ ശ്ലീഹായുടെ മരണത്തിന്റെ ഓർമ്മ, വിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം
ദുഹറാന തിരുനാൾ ആചരിക്കുന്ന ദിവസം ഹല്ലേലൂയ. ആ മകന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തിരുവിലാവ് കാണിച്ച് അവനെ വിശ്വാസത്തിൽ ഉണർത്തിയ കർത്താവേ, വിശ്വാസത്തിൽ തളർന്നു പോയ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ തളർച്ച ബാധിച്ചവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. വിശ്വാസത്തിലെ ജീവിതത്തില് വഴിതെറ്റിയത് മൂലം വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ മൂലം, അതിന്റെ സംഭവങ്ങളുടെ അനുഭവങ്ങൾ മൂലം, അറിവുകൾ മൂലം അസ്വസ്ഥപ്പെടുന്ന, വിശ്വാസത്തെ ചഞ്ചലചിത്തരാകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, ഈ നിമിഷം ശക്തിയാൽ അവരെ ഉണർത്തണമേ കർത്താവേ, ബലപ്പെടുത്തണമേ കർത്താവേ, നിന്റെ ശക്തി അയക്കണമേ, അവരെ ബലപ്പെടുത്തണമേ. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വാസത്തിലേക്ക് നയിക്കണമേ. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ കർത്താവേ. എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിക്കുന്നു, മുതിർന്നവരെ സമർപ്പിക്കുന്നു, ബാലിക ബാലന്മാരെ സമർപ്പിക്കുന്നു കർത്താവേ. വിശ്വാസത്തെ അകന്നു പോകുന്ന മക്കളെ നീ ഉറപ്പിക്കണമേ കർത്താവേ. മാർത്തോമാ സ്ലീഹായുടെ അങ്ങ് പറഞ്ഞുവല്ലോ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയെ, ആഴമായ വിശ്വാസബോധം എല്ലാ മക്കൾക്കും നൽകണം. വിശ്വാസത്തിൽ തളർന്നു പോയവരെ, പോകുന്നവരെ, വിശ്വാസക്കുറവ് മൂലം വെള്ളത്തിൽ ആണ്ടുപോയ പത്രോസിനെ കൈപിടിച്ചുയർത്തിയതുപോലെ ഈശോയെ എല്ലാ മക്കളെയും കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിന്റെ നാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ കർത്താവേ, തളർച്ചകൾ മാറ്റണമേ കർത്താവേ, ഉണർവ് നൽകണമേ കർത്താവേ, ശക്തി നൽകണമേ കർത്താവേ, അവരെല്ലാം ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സഭയിലെ എല്ലാ ജപാലകരെ ഉണർത്തണമേ കർത്താവേ. പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും വൈദികരെയും ശക്തിപ്പെടുത്തണമേ, സംരക്ഷിക്കണമേ കർത്താവേ. സമർപ്പിതരെ സംരക്ഷിക്കണമേ, വിശ്വാസികൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. കർത്താവായ ഈശോയെ, ദുശീലങ്ങൾക്ക് അടിപ്പെട്ടു പോയ മക്കളെ സമർപ്പിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളിൽ പെട്ടുപോയ മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ. വിരുദ്ധമായ പെരുമാറ്റങ്ങൾ ജീവിതങ്ങളിലേക്ക് കടന്നു പോയിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ. പാപഫലമായിട്ടും മറ്റ് തിന്മയുടെ സ്വാധീനങ്ങൾ മൂലവും ഈശോയെ, ദുഷ്ടശക്തികൾക്കും സ്വാധീനങ്ങൾക്കും അടിപ്പെട്ടു പോയ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഈശോയെ, പിശാച് ബാധിതരെ മോചിച്ചുകൊണ്ട് അവരെ സ്വതന്ത്രരാക്കിയ കർത്താവേ, ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. ദുശീലങ്ങൾക്ക് അടിപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. തിന്മയുടെ ബന്ധനങ്ങളിലായിരിക്കുന്ന മക്കൾ, ഹല്ലേലൂയ. അവരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു യേശുവേ, കർത്താവായ യേശുവേ. തിന്മയുടെ ആത്മാക്കളിൽ നിന്ന് മോചിച്ചവരെ വിശുദ്ധീകരിച്ച കർത്താവേ, ഹല്ലേലൂയ. പാപം മോചിച്ച് വിശുദ്ധീകരിച്ച കർത്താവേ, ഹല്ലേലൂയ. പാപത്തിന്റെ ശക്തികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും മക്കളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ അവരെല്ലാം സമർപ്പിക്കും. ഈശോ പറയുന്നു, കർത്താവേ, ഈ തരത്തിൽ ബന്ധനം അനുഭവിക്കുന്ന ഏതെങ്കിലും മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ അവിടെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദുശീലങ്ങൾക്ക് അടിപ്പെട്ട മക്കൾ, ഹല്ലേലൂയ. സ്വഭാവ ദൂഷ്യങ്ങൾ വന്നു പോയിട്ടുള്ള മക്കൾ, ഹല്ലേലൂയ. ഒന്നിനും താല്പര്യമില്ലാതെ തിന്മയുടെ ബന്ധനങ്ങളിൽ ജീവിതത്തിലേക്കും വഴിതെറ്റിപ്പോയ മക്കൾ, ഹല്ലേലൂയ. ഇവിടെ മാനസാന്തരത്തിനും വിമോചനത്തിനുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ
അവർ മോചിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും വലതുകരമേർത്ത് യേശുനാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ഔസേപ്പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും ഗബ്രിയേലിന്റെ റഫായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെ എല്ലാ വിശ്വാസികൾക്കും നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടും അവിടുത്തെ പരിശുദ്ധമായ നാമത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളെയും ഞങ്ങൾ ശാസിച്ചു ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഈ മക്കളെയോ ഇവിടെ കുടുംബങ്ങളെയോ ഏതെങ്കിലും അംഗങ്ങളെയോ ബന്ധിക്കുന്ന ശക്തികൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തിരുരക്ത ശക്തിയാൽ അവയെല്ലാം ഞങ്ങൾ ബന്ധിച്ച് നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകമായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ മക്കളുടെ ജീവിതങ്ങളിൽ ആവസിച്ച് ഇവരെ വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും അങ്ങയുടെ സ്വന്തമാക്കി ഇവരെ മാറ്റുകയും ചെയ്യണം. കർത്താവായ ആരാധിക്കുന്ന മഹത്വം യേശുവേ സ്തോത്രം ചെയ്യുന്നു. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, വിശുദ്ധീകരിക്കണമേ കർത്താവേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, ആത്മാവം ദൈവമേ വരണേ. എല്ലാവരും ദാഹത്തോടെ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ ഓ ജീസസ്, രക്ഷിക്കാൻ send your spirit upon everyone. കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ Oh Jesus, let your രക്ഷിക്കാൻ power നിൻ come upon കരം നീട്ടണേ. ആത്മാവം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ കർത്താവും ദൈവമായ ഈശോയുടെ സന്നദ്ധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങളെ ഇപ്പോൾ സമർപ്പിക്കാം. യേശുവേ, ഇവിടെ പറയാത്തതായ നിയോഗങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ഹല്ലേലൂയ നമ്മളെ കരുതുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തുക. യേശുവേ, ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി പാടുപീടകൾ പോലും സഹിച്ച് മരിച്ച കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ ഇത്രയധികമായി സ്നേഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ ഇപ്പോൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങന്ന് കേൾക്കണം. യേശുവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവേ, ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ തളരാതിരിക്കുവാൻ ഞങ്ങളോട് പറഞ്ഞ കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കും. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ആ യേശുവിൻ്റെ കരം പിടിച്ച് ഈ ലോക ജീവിതയാത്ര തുടരുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനും പിതാവുമായ ദൈവമേ, നമ്മുടെ പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ സന്നദ്ധിയിൽ
ആരാധനയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ കൃപയുടെ കരം നീട്ടണമേ. സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ കൃപയുടെ കരം നീട്ടി ഈ മക്കളെ ഓരോരുത്തരെയും ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ മക്കളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ശരീരങ്ങളിലും കുടുംബങ്ങളിലും ആവസിപ്പിച്ച് ഇവരെ വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സംരക്ഷണവും ഈ മക്കൾക്ക് ഓരോരുത്തർക്കും കാവലായിരിക്കട്ടെ. ഈശോയെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നുവെന്ന് എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാൻ ഈശോയെ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കും. ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ദിവസം, ആ തിരുഹൃദയ ചൈതന്യത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഹൃദയങ്ങളെ നവീകരിക്കണമേ യേശുവേ. അവിടുത്തെ നാമത്തിന്റെ ശക്തി, ആ തിരുഹൃദയ ചൈതന്യത്താൽ ഇവരെ എല്ലാവരെയും വലയം ചെയ്യണമേ. അങ്ങേക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഇവരുടെ കുടുംബങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് നമ്മൾ അനുഭവിച്ചത്. ഈശോ നിങ്ങളെല്ലാവരെയും തൻ്റെ ഹൃദയത്തെ സംരക്ഷിച്ച് പരിപാലിക്കട്ടെ. അസ്വസ്ഥതകളിൽ ആകാതിരിക്കുവാൻ ഈശോ പറഞ്ഞു തന്ന വിശുദ്ധ മന്ത്രം, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ദൈവത്തിൽ ആശ്രയിക്കുവിൻ, എന്നിലും ആശ്രയിക്കുവിൻ. ആ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിനെ ലക്ഷ്യമാക്കി, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ
തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ കരുതുകയും നമ്മളോട് കരുണ കാണിക്കുകയും നമ്മൾ വിളിച്ചപേക്ഷിച്ച് നമ്മുടെ പക്കലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്ന ആ കർത്താവിൽ ആശ്രയിച്ച് ജീവിതയാത്ര തുടരുവാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഷലോമിൻ്റെ ശുശ്രൂഷകളെയും ഈശോ കൂടുതൽ കൂടുതലായി ഉയർത്തി അനേകർക്ക് ദൈവവചനം എത്തിക്കുവാനും അവിടുത്തെ രക്ഷയുടെ കരം നീട്ടിക്കൊടുക്കുവാനും ഈ മീഡിയയുടെ പ്രവർത്തനങ്ങൾ വഴി, മീഡിയ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ വഴി ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.